നമസ്കാരം, ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഇന്ന് മുടപ്പല്ലൂർ നീർച്ചാല് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഒരു വീട്ടിലേക്കൊരു മരം വീണു. ആ മരം വളരെ അപകടകരമായിട്ട് മുറിച്ചിടുക ചെയ്തത്. മരം വീണ് കഷ്ടിച്ച് ആ മക്കളും ആ കുടുംബവും രക്ഷപ്പെടുകയാണ് ചെയ്തത്. മോഹനദാസ് എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങളായി ഒരു ആഗ്രഹമാണ് ഒരു വീട് നിർമ്മിക്കണമെന്ന്. കാരണം 2 പെൺകുട്ടികളാണ്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് അവരുടെ ഒരു അടച്ചുമുറി ഉള്ള ഒരു റൂം, ഒരു വീട് കെട്ടണമെന്ന സ്വപ്നത്തോടു കൂടി കടങ്ങളും വാങ്ങി പ്രധാനമന്ത്രിയുടെ ഒരു 4 ലക്ഷം രൂപ അവർക്ക് അനുവദിച്ച് കിട്ടി. അതിലൂടെ ഒപ്പിച്ചൊരു വീടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിരവധി പ്രാവശ്യം അടുത്തുള്ള പറമ്പുകാരോട് ആവശ്യപ്പെട്ട് മരം മുറിച്ച് മാറ്റണം, ഇത് അപകടമാണെന്ന് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് പണി പകുതിയാവുമ്പോഴത്തേക്കും ഒരു മരം മുറിച്ച് ആ മരം വീട്ടിലേക്ക് വീണു. ശിഖരങ്ങൾ മുറിക്കാതെ, നിയന്ത്രണമില്ലാതെ ആ മരം മുറിച്ച് വീണു. ആ കഷ്ടിച്ച് അവിടുത്തെ പണിക്കാർ രക്ഷപ്പെട്ടു. അതിൽ ഒരാൾക്ക് ചെറിയൊരു അപകടം പറ്റി. കറണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു ബാത്റൂമോ ഒന്നും തന്നെയില്ല. ഒരു കൊച്ചു ചെറിയൊരു ഷെഡിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അവരുടെ പഴയ വീടാണത് ആ കാണുന്നത്. നോക്കെ, ആട്ടിൻകൂട്ടിനുള്ളിലാണ് ഇന്ന് കിടക്കുന്നത്. അതിന് തൊട്ടുപുറത്താകുന്ന ഒരു ചെറിയ ഷെഡ്. ഇന്ന് അവർ താമസിക്കുന്ന ആട്ടിൻകൂട്ടിൻ്റെ ഉള്ളിലാണ്. ഈ അവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ആയിട്ടാണ് ഞാൻ വരുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് അവരോട് എന്താണെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അവരുടെ അവസ്ഥകളും ഇപ്പോഴത്തെ അവസ്ഥ. പോകുന്നവരെല്ലാം കണ്ടുപോകുന്നതല്ലാണ്ട് ഈ തങ്ങളുടെ വിവരങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല. മന്ദസേട്ട കരണ്ട, എന്താ ചെയ്യുക? എന്താ പറ്റിയ? കിട്ടില്ല. എന്താണമ്മ പറ്റിയേ? പറ്റിയില്ല, അവര് പറഞ്ഞു കേൾക്കാണ്ട് അവര് നിർബന്ധിച്ച് മുറിച്ച് വീഴ്ത്തിയിട്ടതാണ്. ആണല്ലേ? ഇത് നിങ്ങളോടൊന്നും പറയുകയൊന്നും ചെയ്തില്ല? അറിഞ്ഞില്ല. മുറിച്ചിട്ട് എന്നിട്ട് ഇവരാരും ഒന്നും തിരിഞ്ഞു നോക്കുക ഒന്നും ചെയ്തില്ല? ഇട്ടിട്ട് പോയത്. അതെയോ? ഇവിടെ ഇപ്പൊ പണിക്കാരുണ്ടായിരുന്നു. പണിക്കാർക്ക് വല്ലതും പറ്റിയോ? പണിക്കാർക്ക് ഒരാൾക്ക് മുറിവേറ്റു. അപ്പൊ ഒരു മുന്നറിയിപ്പും തരാണ്ട് ഈ കവരങ്ങളൊന്നും വെട്ടാണ്ടാണ് ഈ മരം മുറിച്ചിട്ടത് അല്ലേ? വളരെ ദയനീയാവസ്ഥയാണ്. കണ്ടില്ലേ? ഇത് മുറിച്ച് ഇടുമ്പോൾ നോക്കിയാൽ മരങ്ങളൊന്നും മുറിച്ച് ആ ശിഖരങ്ങളൊന്നും മുറിച്ചിടാണ്ടാണ് അവർ ആ മരം മുറിച്ചിട്ട്. ആ ശിഖരങ്ങൾ മുറിച്ചിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടിയാനാ. എന്താണ് ഏട്ടൻ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല പ്രേക്ഷകരോട്. ഞാനിത് 2-3 സൈറ്റ് ഇവര് മരം മുറിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പൊ ചുമര് വെച്ചിട്ട് 10 ദിവസം ആയിട്ട് ചുമര് കഴിഞ്ഞിട്ട് നിങ്ങൾ മുറിച്ചോളി. അപ്പൊ അവര് ഒരു സേഫ്റ്റി ഇല്ലാതെ കുട്ടി ഉണ്ടായിരുന്നു, പുറകില് കുട്ടി ഉണ്ടായിരുന്നു. ചെറിയൊരു ആട്ടുംകൂട്ടാണ് ഞങ്ങൾ ഇരിക്കുന്ന. ഇപ്പൊ നിലവിൽ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞ വാക്ക് ധിക്കരിച്ചിട്ട് മനഃപൂർവ്വം മുറിച്ചിട്ട പോലെയാണ് ഇത് കിടക്കുന്നത് പെരേന്റെ മേലെ. കാണുമ്പോ അങ്ങനെ തോന്നുന്നത്. കാരണം ചേച്ചി, ഇവിടെ എന്താണ് സംഭവിച്ചത്? വലിയ അപകടമാണ് ഉണ്ടായത്. ആകെ പണിക്കാരും എല്ലാവരും ഭയങ്കര ദുരന്തത്തിലാണ്. ഭയങ്കര സങ്കടകരം. വിഷമിച്ചു പോയില്ലേ പറ്റിയപ്പോ? ഇവിടുന്ന് കുട്ടികള് ഇവരൊക്കെ എവിടെയായിരുന്നു? കുട്ടികളൊക്കെ അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു. അത് ഒക്കെ മരത്തിന്റെ ഇടയിലാണ് ഒക്കെ ഓടി രക്ഷപ്പെട്ടത്. ആ ചെമ്മരില്ലെങ്കിൽ ആകെ തകർന്നു. ഒരുപാട് അപകടം ഓടി രക്ഷപ്പെട്ടു. കയ്യും കാലൊക്കെ പൊട്ടി ചുവരൊക്കെ വന്ന് അതുകൾ പേടിച്ച് പറിച്ചിട്ട് തട്ടടിച്ചോണ്ടിരിക്കുന്ന പണിയാണ്. ഒരാൾ ചെമ്മരിന്റെ മുകളിലും. ഭയങ്കര സങ്കടമായ കാര്യമാണ്. ആ സമയത്ത് ഒക്കെ പോയി എന്നാ വിചാരിച്ചു. ഞങ്ങൾ ഓടിക്കൊണ്ട് വരുമ്പോഴേക്കെല്ലാം തകർന്നു. കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാണ്. ആട്ടിൻകൂടത്ത് ഭയങ്കര സങ്കടകരമായ. ഒരാള് തിരിഞ്ഞു നോക്കണൂല ഒന്നിനും. വാർഡ് മെമ്പർ ഒന്ന് വന്ന് ഇങ്ങനെ നോക്കിന്ന് അല്ലാണ്ട് ഒരു ഉപകാരമില്ല. നിങ്ങൾ വേണ്ടത് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു പോയി. അധികാരികളെ കണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കുഞ്ഞും മക്കൾ ഭയങ്കര കഷ്ടത്തിലാണ്. ഒരു മരം മുറിപ്പുകാരൻ അറിയാൻ പറ്റും ഈ മരം ഏത് ദശയിലേക്ക് വീഴുമെന്നുള്ളത് അറിയാൻ പറ്റും. കാരണം 2 കുഞ്ഞു പെൺകുട്ടികളാണ്. ഇതാ പഠിക്കുന്ന മോളും ഇതാണ്. എന്താ എൻ്റെ മോക്ക് പറയാനുള്ളത്? വിഷമമുണ്ടാ അത് മുറിച്ചിട്ടപ്പോ? അല്ലേ? അമ്മയില്ല അല്ലേ? അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. ഇവര് ആ കുഞ്ഞു 2 മക്കളെ ഈ തള്ളേനെയും പാവം കൂലിപ്പണി ചെയ്തിട്ടാണ് നോക്കുന്നത്. വളരെ ദയനീയാവസ്ഥയാണ്. ആ വീട്ടിന്റെ അവസ്ഥ നോക്കാതെ. വീടുകളെല്ലാം കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് മരം ഇതിന്റെ മുകളിൽ കിടക്കുകയാണ്. നിറച്ച് മരമാണ്. ഇതിനുള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല.
ഒരു ശിഖരം മുറിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ആപത്ത് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. 3 പണിക്കാരുണ്ടായിരുന്നു ഇവിടെ. ഈ 3 പണിക്കാരും ഒരാൾ 2-3 പേരും ചാടി രക്ഷപ്പെടുക ചെയ്തത്. ഇതിനുള്ളിൽ കണ്ടോ ഒരു ബാത്റൂം വരെ പൊട്ടിപ്പോയി. ഇതിനകത്ത് വീടുകളൊക്കെ ചിമ്മിപ്പോയി. ഇനി ഇത് ഫുള്ള് അഴിച്ചു മാറ്റി ഫുള്ള് ഒന്നേന്ന് ചെയ്യാണ്ട് പറ്റില്ല. അതാ ചുവരുകളൊക്കെ കംപ്ലീറ്റ് വിണ്ടുപോയി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വാർപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു ഗ്യാരണ്ടി അല്ല. അതിനൊക്കെ ബാത്റൂം ഒരു ബാത്റൂം പോലും ഇല്ല ഇവർക്ക്. ഇപ്പം ഇവിടേക്ക് കറണ്ട് പോലും ഇല്ല ഈ വീട്ടിലിപ്പോൾ. ഇത് നോക്കേ ചിമ്മി ഇതുണ്ടോ മൊത്തം വിണ്ടുപോയി. ഇതുണ്ടോ വിണ്ടിരിക്കുകയാണ്. അത് കണക്ക് കട്ടള ബെൻഡായിരിക്കുകയാണ്. ഇത് ബെൻഡായിപ്പോയി. മൊത്തം വളരെ ദയനീയാവസ്ഥയാണ്. ഭയങ്കര മോശമാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു മുൻകരുതൽ ഇല്ലാണ്ട് ഈ മരം മുറിക്കുമ്പോൾ ഒരാൾക്ക് തട്ടടിച്ച സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ചെയ്യുക? ഇതിനകത്ത് ഒരു മാർഗവും എത്തുങ്ങൾക്ക് ഇനി ഇത് നിർമ്മിക്കാൻ ഒരു വഴിയില്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് കടം മേടിച്ചാണ് ഈ വീട് കിട്ടുക. ഇന്ന് കിടക്കുന്നത് ഈ കുഞ്ഞും മക്കളുമായിട്ട് കിടക്കുന്ന ആട്ടിൻകൂട്ടിനകത്താണ്. 4-5 ആട്ടിനെയൊക്കെ വളർത്തി കൂലിപ്പണി ചെയ്തിട്ടാണ് ഈ കുടുംബം കഴിയുന്നത്. ഇവരെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശകരമായ മഹത്തണ്ടിത്തരമാണ് ഇതൊക്കെ. ഇതൊന്നും പറയാൻ പറ്റില്ല. പറയാ സ്ഥല ഉടമസ്ഥനോട് ചോദിച്ചപ്പോൾ സ്ഥല ഉടമസ്ഥൻ അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പ്രേക്ഷകരെ, ഈ കുടുംബത്തെ നിങ്ങൾ കൈവിടരുത്. ഈ 2 കുഞ്ഞുമക്കള് അനാഥപ്പെട്ട് കിടക്കുകയാണ്. അത് കണക്ക് അച്ഛനാണ് ഈ കുഞ്ഞുമക്കൾക്ക് ഒരു ആശ്രയ. അമ്മയ്ക്കും വളരെ സങ്കടാവസ്ഥയാണ്. കാണുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്. പ്രേക്ഷകരെ, സുഹൃത്തുക്കള്, ഇവരെ കൈവിടരുത്. കാണുന്ന നന്മയുള്ള മനസ്സിന്റെ ഉടമകൾ ഇവരെ വന്ന് കണ്ടെത്തി ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇവരെ മേലധികാരികൾക്ക് എത്തിക്കുകയും ഇതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നല്ല കൈകളിൽ എത്തുന്നവരെ ചെയ്തു കൊടുത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി അവർക്ക് പുനർനിർമ്മിക്കാനുള്ള വഴികളൊന്നുമില്ല. വളരെ പ്രയാസത്തിലാണ്. നേരം വെളുത്ത് വൈകുന്നോളം ഇത് ഇന്നലെ ഉച്ചയ്ക്ക് സംഭവിച്ച സംഭവമാണ്. കുട്ടികൾ ബാത്റൂമിൽ പോയി വെള്ളം എടുക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. കുട്ടികളുടെ മുകളിൽ വീഴേണ്ട ഒരു അവസ്ഥയാണ്. പണിക്കാർ ഓടി രക്ഷപ്പെടുക ചാടി ഇത് വീഴുന്ന കണ്ടിട്ട്. ഈ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കുടുംബത്തെ കൈവിടരുതും. ഈ വീഡിയോ നിർത്തുകയാണ്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ക്യാമറമാനൊപ്പം സുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം. ഈ വീഡിയോ കാണുന്ന നല്ലവരൊക്കെ ഞങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി ഇത് പോയ മുകളിലെ ഉദ്യോഗസ്ഥന്മാര്, ബന്ധപ്പെട്ട അധികാരികള് ഇതിലിടപെട്ട് കണ്ട് സഹായം ചെയ്തു തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു. എന്റെ 2 പെൺമക്കളോട് അവർക്ക് വേറെ ഇരിക്കാനോ ഒന്നുമില്ല. എന്റെ മകൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ബാത്റൂം പോയിട്ടില്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. ബന്ധപ്പെട്ട ആൾക്കാർ ചോദിക്കുമ്പോ അവര് വരട്ടെ ഇവര് വരട്ടെ, നിങ്ങൾ കേസ് കൊടുക്ക്, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ആരും ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്തു തരണം.